CPM ഒതുക്കിയെങ്കിലും പിടികൊടുക്കാതെ അൻവർ. അണിയറയിൽ ഒരുങ്ങുന്നത് പുതിയ തന്ത്രങ്ങൾ. അൻവറിന്റെ പുതിയ നീക്കത്തിൽ അമ്പരന്ന് അണികൾ. PV അൻവർ MLAയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ ഒരു ഏറ്റുമുട്ടലിലേക്ക് കേരള രാഷ്ട്രീയം നീങ്ങുകയാണോ എന്ന അമ്പരപ്പിലാണ് ജനങ്ങൾ. അൻവർ പിന്തുടർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ പിണറായി വിജയനെ പരസ്യമായി തള്ളിക്കളയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലെ നീക്കമാണ് ഇത്തരമൊരു നിഗമനത്തിന് കാരണം. അൻവറിനെതിരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതിന് പിന്നാലെ പിണറായി വിജയനൊപ്പമുള്ള തന്റെ ഫേസ്ബുക്ക് പേജിലെ കവർ ചിത്രം നിലമ്പൂർ MLA നീക്കം ചെയ്തു. അൻവർ MLA ആയതു മുതൽ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുമുള്ള ആരോപണം ഉയർന്നിരുന്നു. അക്കാലത്തെല്ലാം അൻവറിനെ സംരക്ഷിച്ചു നിർത്തിയത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ എന്നും ബഹുമാനത്തോടെ കാണുകയും ഇടപെടുകയും ചെയ്തിരുന്ന അൻവർ പൊടുന്നനെ തന്റെ നിലപാട് മാറ്റിയത് പല സംശയങ്ങൾക്കും ഇടയാക്കി. ADGP അജിത് കുമാർ, മലപ്പുറം മുൻ SP സുജിത് ദാസ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPM നേതാവുമായ P ശശി എന്നിവർക്കെതിരെ തുടർച്ചയായി ആരോപണ ശരങ്ങളുമായി എത്തിയ അൻവർ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രിയെ ഒരവസരത്തിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ അൻവർ ശ്രമിച്ചിരുന്നില്ല. അൻവറിന്റെ ആരോപണങ്ങൾ പൊതുരംഗത്ത് ചർച്ചയായപ്പോൾ മുഖ്യമന്ത്രിയെ അദ്ദേഹം സന്ദർശിക്കുകയും കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു. CPM സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകുകയുണ്ടായി. സർക്കാരിന്റെ ഭാഗമായിരിക്കെ തന്നെ സർക്കാരിനെയും CPMനെയും പ്രതിസന്ധിയിലാക്കുന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളുമായി അൻവർ സജീവമായത് മുഖ്യമന്ത്രിക്കുണ്ടാക്കിയ അവമതിപ്പ് ചെറുതൊന്നുമല്ല. അൻവറിനെ കൊണ്ട് പൊറുതി മുട്ടിയതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് പത്രസമ്മേളനം വിളിച്ചതും MLAയെ തള്ളിക്കളഞ്ഞതും. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണം അന്വേഷിക്കുമ്പോൾ തന്നെ തുടർച്ചയായി ആക്രമണം നടത്തുന്നതിനെ മുഖ്യമന്ത്രി ശക്തമായി അപലപിച്ചു. കൂടാതെ അൻവറിന്റെ പ്രവർത്തനം വലതുപക്ഷ മാതൃകയിലുള്ളതാണെന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതല്ലെന്നും പിണറായി വിജയൻ തുറന്നടിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് പിന്നാലെ തിരിച്ചടിച്ച അൻവർ തന്റെ നിലപാട് ആവർത്തിക്കുകയും വിജയം വരെ പോരാടുമെന്ന് പറയുകയും ചെയ്തതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഇതോടെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അൻവറിനെതിരെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കേണ്ടി വന്നത്. അൻവർ പരസ്യ പ്രതികരണം നിർത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടതോടെ മറ്റു വഴികളില്ലാതെ അദ്ദേഹം പിന്തിരുകയും ചെയ്തു. അൻവർ താൽക്കാലികമായി അടങ്ങിയെങ്കിലും എത്ര ദിവസം അത് ഉണ്ടാകുമെന്നത് കണ്ടറിയണം. കാരണം കഴിഞ്ഞ ചില ആഴ്ചകളായി അൻവറിന് CPM അണികളിൽ നിന്നും പുറത്തുനിന്ന് ലഭിക്കുന്ന പിന്തുണ അത്രയേറെയുണ്ട്. ഈ പിന്തുണ ഒരു ദിവസം കൊണ്ട് അൻവർ ഉപേക്ഷിക്കുമെന്ന് കരുതാനാവില്ല. സംസ്ഥാന സർക്കാരിന്റെ ചില നിലപാടുകൾക്കെതിരെ പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലുകളിൽ രോഷത്തിലായ അണികളാണ് അൻവറിന് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നതിൽ തർക്കമില്ല. CPMും മുഖ്യമന്ത്രിയും അൻവറിനെ അടക്കി നിർത്തിയെങ്കിലും MLA ഉയർത്തിയ ആരോപണങ്ങളുടെ ആരവം ഒടുങ്ങുകയില്ല. CPMന് ജനപിന്തുണ നഷ്ടമാക്കാനാണ് അത് ഇടയാക്കുക. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയാതെ ഉദ്യോഗസ്ഥർക്കെതിരെ ശരിയായ രീതിയിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയുടെ വിമർശനം ഇത്രമാത്രം കടുക്കുമായിരുന്നില്ല. സോഷ്യൽ മീഡിയയിലെ പ്രതികരണം കണ്ട് ഒരു സർക്കാരിന്റെയോ പാർട്ടിയുടെയോ ജനപിന്തുണ അളക്കാനാകില്ലെങ്കിലും പൊതുജനങ്ങൾക്കിടയിലെ പൊതുവായ ഒരു വികാരം തന്നെയാണ് നവമാധ്യമങ്ങളിലെ പ്രതികരണം. അണികൾക്കിടയിലെ രോഷപ്രകടനം പാർട്ടിക്ക് തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമോ എന്ന് പറയാനാകില്ല. എന്നാൽ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാവുക എന്നത് നിർണായകമാണ്. മുഖ്യമന്ത്രി പരസ്യമായി തള്ളിക്കളഞ്ഞതോടെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയും പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്റെ മുൻ പാർട്ടിയായ കോൺഗ്രസിലേക്ക് അൻവർ തിരിച്ചു പോകുമോ അതോ CPM സ്വതന്ത്രനായി വീണ്ടും മത്സരിക്കുമോ എന്നതെല്ലാം കാണാനിരിക്കുന്നതേയുള്ളൂ. അൻവർ ഇടതുപക്ഷം വിടുകയാണെങ്കിൽ പല വെളിപ്പെടുത്തലുകളും ഇനിയും ഉയർന്നു വന്നേക്കാം. അതേസമയം CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലോടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കോലാഹലം അടങ്ങുകയാണെങ്കിൽ അണികൾക്കിടയിൽ ഉയർന്നു വന്ന പാർട്ടി വിരുദ്ധ വികാരം എങ്ങനെ ഇല്ലാതാക്കും എന്നതെല്ലാം വരും നാളുകളിൽ വ്യക്തമാകും.